കേര എന്ന് പറയുന്നത് ഒരു വേൾഡ് ബാങ്ക് പ്രോജക്റ്റാണ്. അപ്പോൾ ഇത് 2365 കോടി ചെലവിൽ വേൾഡ് ബാങ്കും കേരള സർക്കാരും കൂടെ ചേർന്ന് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കുന്നത്. കൃഷി വകുപ്പിൻ്റെ കൂടാതെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ മറ്റുള്ള ഒത്തിരി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടെ ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് NRKയ്ക്ക് നോൺ റെസിഡൻറ്റ് കേരളയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, കേരളൈറ്റ്സിന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഭൂമിയിലാണ്. ഈ കൃഷിഭൂമി ഇവിടെ വെറുതെ കിടപ്പുണ്ടാവും. അവർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടാവും. ഇവിടെ നോക്കാൻ ആളില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട്, കാരണം അതിനകത്തൊന്നൊരു വിശ്വാസം പോരാ. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് നവോധൻ എന്നുള്ളൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി മുഖാന്തരം ഈ ഭൂമി കർഷകർക്ക്, നല്ല കർഷകർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ആ കൊടുക്കുന്നതിന് കേരള ഗവൺമെൻറ് ഒരു ഭാഗമാകുകയും ചെയ്യും. അതുകൊണ്ട് ഇതിന് റിസ്ക്കോ അല്ലെങ്കിൽ പേടിക്കാനോ ഉള്ള ഒരു കാര്യമേ ഇതിനകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയാണ് ഒന്ന് രൂപകൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്, പല ബിസിനസ് ആൾക്കാരുണ്ട്. ആ ബിസിനസ് ആൾക്കാർക്ക് പലർക്കും പ്രോഡക്റ്റ് കേരളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പരിഹരിക്കാനായിട്ട് ഫാമർ പ്രൊഡ്യൂസിങ് കമ്പനി എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ ഏകദേശം 250ഓളം കേരളത്തിലെ കർഷകരുടെ കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ നിന്നും ഡയറക്റ്റായിട്ട് ഈ അഗ്രി ബിസിനസ് പ്ലേയേഴ്സിന് അവർക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കും. അതും NRKയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജാണ്. അതുപോലെ അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് റബ്ബറുണ്ട്, കുരുമുളകുണ്ട്, അല്ലെങ്കിൽ കാപ്പിയുണ്ട്, അതുപോലെ തന്നെ ഏലമുണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് ആദായം നൽകുന്നില്ല എന്ന്. അപ്പോൾ ആദായം നൽകാത്തതിൻ്റെ മെയിൻ ഉദ്ദേശം കാര്യമെന്ന് വയ്ക്കുകയാണെങ്കിൽ ഇവർ റീപ്ലാന്റ് ചെയ്യുന്നില്ല, ക്ലൈമറ്റിനെ ചെറുക്കാനുള്ള വെറൈറ്റി ആയിരിക്കില്ല. അതെല്ലാമാണ് കേരയിൽ ചെയ്യുന്നത്. കേരയ്ക്ക് എന്താ, ഇതിനെല്ലാം റീപ്ലാന്റ് ചെയ്യുക, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള, നമ്മുടെ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള, കാലാവസ്ഥയെ പ്രതികൂലമായിട്ട് വരുന്നതിന് തരണം ചെയ്യുന്ന വെറൈറ്റികൾസ് കൊടുത്തുകൊണ്ട് റബ്ബറും ഏലവും അതുപോലെ തന്നെ കാപ്പിയും ഇത് നമ്മൾ റീപ്ലാന്റ് ചെയ്യാനുള്ള ധനസഹായം കൊടുക്കുന്നു. കൂടാതെ ലാസ്റ്റിൽ NRKയ്ക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, കേരളത്തിൽ സ്ഥലമില്ല ഒരു എൻ്റർപ്രണേഴ്സ് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 70ഓളം ഏക്കർ നമ്മുടെ സർക്കാർ ഭൂമി ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് 30 വർഷത്തേക്ക് ലീസോ അല്ലെങ്കിൽ 60 വർഷത്തേക്ക് ലീസ് എന്ന രീതിയിൽ അവർക്കെടുത്ത് അവിടെ ഒരു സംരംഭം തുടങ്ങാം. അത് അഗ്രി ബേസ്ഡ് സംരംഭമായിരിക്കണം, കൃഷിയെ ആസ്ഥാനമാക്കിയിട്ടുള്ള സംരംഭമായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കർഷകർക്ക് ലാഭം ഉണ്ടാവും. അൾട്ടിമേറ്റ് എയിം എന്താ, നമ്മുടെ കർഷകർക്കും നല്ല ലാഭം ഉണ്ടാവുക, അവരുടെ വരുമാനം വർദ്ധിക്കുക, കാർഷികമായിട്ട് ഒത്തിരി അഭിവൃദ്ധി പ്രകടിക്കുക. അങ്ങനെ കേരളം ഒരു കാർഷിക ഒരു മെയിൻ ഒരു ഹബ്ബായിട്ട് മാറണമെന്നാണ് കേരളയുടെ വലിയൊരു ആഗ്രഹവും അത് സാധിക്കുമെന്നുള്ള വിശ്വാസവും. ഡെൻമാർക്ക്, UK, USA, അതുപോലെ തന്നെ നമ്മുടെ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊക്കെ ഭൂമിയുണ്ട്, വെറുതെ കിടക്കുന്നു, അതിങ്ങനെ ഒരു പദ്ധതി ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവരുടെ ഫ്രണ്ടിലേക്ക് നമുക്കിത് കൊണ്ടെത്തിക്കാനും കേരള സർക്കാരിൻ്റെ വലിയൊരു പദ്ധതി അവരുടെ മുന്നിലേക്ക് വയ്ക്കാൻ സാധിക്കുന്നത്. നല്ലൊരു ടീമുണ്ട് നയിക്കാനായിട്ട്. നമ്മുടെ പ്രോജക്റ്റ് ഡയറക്ടറുണ്ട്, അശോക് സാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 അഡീഷണൽ പ്രോജക്റ്റ് ഡയറക്ടേഴ്സുണ്ട്, വിഷ്ണുരാജ് സാറും അതുപോലെ തന്നെ ആസിഫ് സാറും. അപ്പോൾ ആസിഫ് സാറിൻ്റെ നോർക്കയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയാണ് നമ്മുടെ ഇവിടെ കൊണ്ടെത്തിച്ചതും. അദ്ദേഹമാണ് നമ്മുടെ ഇവിടെ സ്റ്റാള് ഇടാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹം നമ്മുടെ ഒരു അഡീഷണൽ പ്രോജക്റ്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മളത് ചെയ്യുന്നത്.